നിങ്ങളോടിപ്പോ പോകാനാ പറഞ്ഞേ. ഇതിലും കൂടുതൽ നിങ്ങളെ പറ്റി എന്തറിയാനാ ഉള്ളത്? ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ മോനും മരുമോനും അകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന്. അവരെ ഇങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അയൽക്കാരെ വിളിച്ചു കൂട്ടേണ്ടി വരും. അയൽക്കാർ വന്നാ കാശ് വാങ്ങി തരുവോ? എന്നാ പിന്നെ വിളിച്ചോണ്ട് വാ. ഞങ്ങള് ചെയ്യാൻ പോകുന്ന എന്താന്ന് നാട്ടുകാർ കൂടി കാണട്ടെ. അതെ, ആ സ്ത്രീ നിലവിളിച്ച് ആൾ കൂട്ടാൻ തോന്നുന്നു. ഞങ്ങളുടെ കാശ് പോയ അയൽക്കാരെ ഓടിവായോ. ഇത് കണ്ടോ? ഞങ്ങൾക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല. ഞങ്ങളുടെ എല്ലാം നിങ്ങൾ അപകരിച്ചില്ലേ? ഇനി ജീവനും കൂടി എടുത്തോ. ഞങ്ങൾ ഈ വീട്ടുമുറ്റത്ത് കത്തിത്തീരാൻ പോവുക. എന്താടി അവിടെ? തട്ടുകട നടത്തുന്ന സുഗതനും ഭാര്യയോ? എന്താ അവൻ അവിടെ കാണിക്കുന്നത്? ഒരു കന്നാസ് നിറം മണ്ണെണ്ണയായിട്ട് നിൽക്കും അയാള്. അർജുനായിട്ടൊന്ന് പുറത്തു വാ, അല്ലെങ്കിൽ അയാളും ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും. എടാ, ഒരു ചുക്കു സംഭവിക്കടാ. ചന്ദ്രൻപിള്ള അയാളെ എരികേച്ചതാ. നമ്മളിപ്പോ അങ്ങോട്ട് പോണ്ട. അളിയാ, ആ സ്ത്രീ നാട്ടുകാരെ വിളിച്ചു കൂട്ടുവാ. നീ ചെന്നിട്ട് എന്തു പറയാനാടാ? നിന്റെ കയ്യിൽ കൊടുക്കാൻ കാശുണ്ടോ? നീ പോയി നോക്ക്. അടുത്തേക്ക് വരരുത്. നിങ്ങൾ കണ്ടുനിന്നാ മാത്രം മതി. ഞാനിത് കാണിച്ച് പേടിപ്പിച്ചതാണെന്ന് ആരും കരുതണ്ട. മരിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. ആനന്ദവല്ലിയമ്മേ, എന്തെങ്കിലും ഒന്ന് പറ. സുഗതന്റെ അവസ്ഥ ഏതാ? ഇവര് കാശ് തരില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കൊച്ചിന്റെ കെട്ട് നടക്കാൻ പോകുന്നില്ല. എല്ലാം മനസ്സിലാക്കി തന്നെയാ ഞങ്ങൾ വന്നത്. എല്ലാത്തിനും കാരണക്കാരായ ഇവരുടെ വീട്ടുമുറ്റത്ത് തന്നെ എന്ത് മരിക്കണം ഞങ്ങൾക്ക്. വെറുതെ പറഞ്ഞതല്ല, മരിക്കും ഞങ്ങൾ. നീ കേക്ക്, ഞങ്ങൾ വഴിയുണ്ടാക്കാം. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അളിയാ, ഇതൊക്കെ നാടകമാടാ. ഇനി ചെന്നാ കൂടുതൽ നാറും. ഒന്നും പറയണ്ട. എന്റെ മോളെ കെട്ടിക്കാനുള്ള പണം നീ തരുവോടാ? ഇതേപോലൊരു കൊലച്ചതി നിങ്ങൾ ആരോടും ചെയ്യരുത്. ചതിയും വഞ്ചനയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഒരു പെങ്കൊച്ചിന്റെ മാതാപിതാക്കളുടെ വേദന നിങ്ങൾക്കറിയില്ല. ഇനി ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കത്തിക്കേട്ടാ. നിങ്ങൾക്ക് എത്ര രൂപയാ കിട്ടാനുള്ളത്? പലിശയൊന്നും വേണ്ട, മുതല് മാത്രം മതി. 7 ലക്ഷം രൂപ. അത്രയും രൂപ ഞാൻ തരും. അളിയാ, ഇത് എന്ത് കളിയാ അളിയാ നടക്കുന്നത്? എന്ന് തരുമെന്ന് ആനന്ദവല്യമ്മ പറയുന്നത്? ഇന്നേക്ക് 7-ാം ദിവസം. ഈ വാക്ക് ഞങ്ങൾ കുറെ കേട്ടതാ. ഇത് ആനന്ദവല്ലിയുടെ വാക്കാണ്. 7-ാം നാൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇത് തന്നെ ചെയ്തു. സുഗത, ഒരാഴ്ച കൊണ്ട് കാത്തിരിക്കും. കല്യാണത്തിന് പിന്നെ ദിവസങ്ങളുണ്ടല്ലോ. ആനന്ദവല്യമ്മയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോവുക. നടക്ക്. അവരുടെ നാടകത്തിൽ അപ്പച്ചി വീണു. പറഞ്ഞതുപോലെ കാശ് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇന്നു മുതൽ മണ്ണെണ്ണയും പെട്രോളും ആയിട്ട് കടക്കാർ ഈ വീട്ടിൽ വന്നു കൊടുക്കും. ആത്മഹത്യയുടെ ക്യൂ ആയിരിക്കും. നീ കണ്ടോ അർജുനെ? അകത്ത് കയറി ഒളിച്ചിരുന്ന നീയൊക്കെ എന്താ കരുതിയത്? ഷോ കാണിച്ച് അവരങ്ങ് പോവുന്നോ? ഞാനിതിപ്പോ പറഞ്ഞില്ലെങ്കിലേ 2 ശരീരങ്ങൾ ഈ വീട്ടുമുറ്റത്ത് ഒന്നിച്ചു നിന്ന് കത്തി എരിയുമായിരുന്നു. 2ഉം കൽപ്പിച്ചല്ല അവര് വന്നത്. മരിക്കാൻ തീരുമാനിച്ചു തന്നെ. ഒരിക്കലും പണം തിരിച്ചു കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് അവിടെ കൂടിയ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യ. അത് നാടകമൊന്നും പറഞ്ഞ് പരിഹസിക്കരുത് നരേന്ദ്ര. അമ്മ പറയുന്നത് തന്നെ സത്യം. അവര് വെറുതെ കാട്ടിക്കൂട്ടിയതൊന്നും അല്ല. ഇനിയും ആളുകൾ ഇതുപോലെ വരില്ലേ? അവരോടൊക്കെ അപ്പച്ചി ഒരാഴ്ച സമയം പറയോ? ഒരാഴ്ച കഴിയുമ്പോ അവര് കുഞ്ഞിക്കുട്ടിലായിട്ട് വരും. എവിടെ നിർത്ത് പണം കൊടുക്കും? അളിയൻ പറഞ്ഞതും കാര്യമല്ല അമ്മേ. ഇത്രയും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ഞാനും കരുതിയില്ല. ഇവിടെ കിടന്നിട്ട് എന്ത് കാര്യമുള്ളത്? രായ്ക്ക് രാമായണം ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിട്ട് പോകാൻ വേണ്ടത്.
എങ്കിലും എന്റെ കുഞ്ഞിനെങ്കിലും ഒരു നിലയിൽ കൊണ്ട് എത്തിക്കാൻ പറ്റൂ. നമ്മൾ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് ആ കേസ് ആവാതെ ഇപ്പോഴും പിടിച്ചേക്കുന്നേ. 25 ലക്ഷം കിട്ടിയപ്പോ അതിൽ കുറച്ച് കാശ് കടക്കാർക്ക് കൊടുത്തു. വീണ്ടും കൊടുത്തു തീർക്കുമെന്ന പ്രതീക്ഷയല്ല പലരും ഉള്ളത്. ലച്ചുവിനെ ചെന്ന് കാണാൻ ഇവിടെ പലർക്കും അപമാനവും നാണക്കേടുമല്ലേ? അപ്പം മനസ്സിൽ ഇപ്പൊ അങ്ങനെ പുറത്തു വരട്ടെ. ഇതും മനസ്സിൽ വെച്ചാലേ അപ്പച്ചി അവർക്ക് വാക്ക് കൊടുത്തത്. അതെ, അല്ലെന്നെന്തിനു പറയണം? നിലത്ത് മുങ്ങാങ്കുഴി ഇടാൻ പറ്റുമോ? അതിന് വെള്ളം വേണം. ലച്ചുവിനെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടാണുങ്ങൾ ചെയ്തു കാണിച്ചതാ. അഭിമാനവും പണയപ്പെടുത്തി എന്റെ മുന്നിൽ വിറച്ചു നിന്ന പെണ്ണിന്റെ മുന്നിലേക്ക് എനിക്ക് കൈ നീട്ടി പോകേണ്ടി വരില്ല. ഗതികേട് കൊണ്ട് മാത്രം ഞാനിതിന് തയ്യാറാകുന്നത്, അല്ലാതെ കാശിനോടുള്ള ആർത്തി കൊണ്ടല്ല. നീ ആലോചിച്ചിട്ട് എന്തെങ്കിലും വഴിയുണ്ടോടാ? എങ്കിൽ നീ ഇപ്പൊ പറയണം. ഒരു വഴി എന്റെ മുമ്പിലില്ല. എന്നാലേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. ഞാൻ എഴുതിത്തരാം അപ്പച്ചി വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നില്ലെന്ന്. വഴിയേ പോയ ഭാഗ്യം അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാന്ന് മാത്രം. ഇനി വെറുതെ ഇറങ്ങി ചോദിച്ചാ 2-3 ലക്ഷം തരും. അതിനപ്പുറത്തൊരു ചില്ലിക്കാശ് അപ്പച്ചി പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് മരിക്കാൻ പോകുന്നവരുടെ കടം വീട്ടാനും പറ്റില്ല. ആവേശം കയറി ഓരോന്ന് പറയുമ്പോഴേ 4 വട്ടം ഓർക്കണമായിരുന്നു. ലച്ചുവിന്റെ കുടുംബവിധം കയ്യിൽ വരുമെന്നല്ലേ സ്വപ്നം കാണുന്നത്? ആനന്ദവല്ലി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് സാധിച്ചെടുക്കുകയും ചെയ്യും. അമ്മ ലച്ചുവിനെ കാണാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചോ? അതിന് എത്ര വട്ടം പറയണം? ഒരു തവണ പറഞ്ഞല്ലേ? ഞാനൊരു കാര്യം പറയാം. അവൾ ഇങ്ങോട്ട് വരുത്ത്. എന്താ അവളുടെ നിലപാടെന്ന് അറിയാലോ. അവൾ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങോട്ട് കഴിച്ചത് നാണം കാണണ്ടല്ലോ. അതല്ലടാ ശരി. നിങ്ങൾ വിചാരിച്ചാ ഒന്നും നടക്കില്ലല്ലോ. പിന്നെ ആരുടെ ഉപദേശമൊന്നും വേണ്ട. എനിക്കാരെയും ബോധ്യപ്പെടുത്താനും ഒന്നുമില്ല. പോകുന്നെങ്കിൽ പോട്ടെ അളിയാ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാവും? നാണം കെടാനാണെങ്കിൽ തിരിച്ചിങ്ങ് പോരട്ടെ. ഇനി എന്ത് അപമാനമാണ് നമുക്ക് വരാനുള്ളത്? അളിയൻ ഈ കാര്യത്തിൽ ഇനി എതിർത്തൊന്നും പറയരുത്. നീ ഒന്ന് പോയി തരാവോ? പോ. അവരെല്ലാം ഒന്നായി. നരേന്ദ്രൻ പുറത്തും. അവളെ ആ വീട്ടിൽ നിന്ന് ചാടിച്ചിവിടെ കൊണ്ടുവരാനല്ല നോക്കുന്നത്. അവളുടെ മുന്നിൽ ചെന്ന് അടിയറ് പറയാന് വീട്ടില്ല നരേന്ദ്രൻ. വഴി തടയുന്ന ഒന്നിനെയും വിടില്ല. എനിക്കറിയില്ലടാ, എന്തിനാ കവിതേച്ചി അമ്മുവിന്റെ പിന്നാലെ ഇങ്ങനെ രഹസ്യ പോലീസിന്റെ കണ്ണുമായിട്ട് നടക്കുന്നതെന്ന്. അവൾ ആർക്കും ഒരു ഉപദ്രവം വരുത്തി വെക്കാതെ ജീവിക്കുക. അവള് ചെയ്യുന്ന ജോലിയുടെ പേരിലെങ്കിലും ആ പാവത്തിനെ അങ്ങ് വെറുതെ വിട്ടൂടെ? അമ്മ കാരണം എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടാ കവിതേച്ചി പറയുന്നതെങ്കിൽ അതൊരു കാരണമായിട്ട് പറയാം. അല്ല, എന്താ കവിതപ്പച്ചിയുടെ വിഷയം? അമ്മ ഒന്നിനും അങ്ങോട്ട് പോയില്ലല്ലോ. അമ്മ ഇവിടെ നിൽക്കുന്നതാണ് പ്രധാന വിഷയമെന്ന് നിനക്കറിയാലോ. വല്യേച്ചിയുടെ കണ്ണിലെ കരടാണ് അമ്മു. അതുകൊണ്ട് ആ കവിതേച്ചിയും അവളോട് വെറുപ്പ് കാണിക്കുന്നതെന്നാ ഇതുവരെ ഞാൻ കരുതിയത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ മാത്രമല്ല. പിന്നെന്താ? സത്യങ്ങളുടെ വളരെ അടുത്ത് നിന്നാണ് കവിതേച്ചി സംസാരിക്കുന്നത്. എന്ത് സത്യം? നീ എന്താ പൊട്ടനാണോ? മനുഷ്യൻ ഇവിടെ തീ തിന്ന് നിൽക്കുമ്പോഴാ അവന്റെ ഒരു ചോദ്യം. സത്യത്തിൽ ആരാ അമ്മു? അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആര്? എന്തിനാട്ടും തുപ്പും സഹിച്ച് അവൾ ഈ വീട്ടിൽ കിടക്കുന്നു? ഇതൊക്കെയാ കവിതേച്ചിയുടെ ചോദ്യങ്ങൾ. അതും എനിക്കറിയാവുന്ന മട്ടിൽ. അത് മുമ്പും ഉണ്ടായിരുന്നല്ലേ? എടാ, അതവളെ പരിഹസിക്കാനും കുത്തി നോവിച്ച് രസിക്കാനുമുള്ള പ്രയോഗങ്ങളാ. പക്ഷെ ഇപ്പൊ കവിതേച്ചി സീരിയസ് ആയിട്ടാ. സച്ചിയുമായുള്ള ബന്ധത്തിൽ നിന്നും അവള് പിന്മാറിയത് സംശയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കവിതപ്പച്ചിക്ക് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ട് ഒരു കോളിളക്കം ഉണ്ടാക്കാനാണോന്ന് സംശയമുണ്ട്. കവിതേച്ചി അതിന്റെ വഴി പോകുന്ന എനിക്ക് തോന്നുന്നത്. ഭർത്താവിനെ കണ്ടെത്തിയ അവളെ ഇവിടുന്ന് ഒഴിവാക്കാലോ. കവിതപ്പച്ചിക്ക് അതിനല്ലേ നേരം.
ഇനി അതിന് ശ്രമിച്ചാൽ തന്നെ എന്ത് ചെയ്യാനാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ കരുതുന്നത് പോലെ തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല. ശ്രീകുട്ടിയും അമ്മുനെയും തമ്മിൽ അകറ്റേണ്ടത് വല്യേച്ചിയും കവിതേച്ചിയും ആഗ്രഹിക്കുന്ന കാര്യമാ. വല്യേച്ചിയുടെ ഉറക്കം കെടുത്തുന്നത് ശ്രീകുട്ടി അമ്മുവിനോട് കാണിക്കുന്ന സ്നേഹമാ. അമ്മു കാരണം ശ്രീകുട്ടിയുടെ ഭാവി തന്നെ തകർന്നു പോവാൻ സാധ്യതയുണ്ടെന്നാ അവര് ഭയപ്പെടുന്നത്. ഉം. ഒരർത്ഥത്തില് അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? നാളെ അമ്മു ആരാണെന്ന് അറിഞ്ഞാൽ വല്യേച്ചി കരുതുന്നത് തന്നെ സംഭവിക്കും. എന്റെ പേടി അവര് പ്ലാൻ ചെയ്ത് ആരെങ്കിലും പെരുവണ്ണാപുരത്തേക്ക് അയക്കുമെന്നാ. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ലക്ഷ്മിയെ പറ്റി പറയും. അച്ഛനടുത്ത് വീടും പറഞ്ഞു കൊടുക്കും. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് പോയത് സഞ്ജു എന്ന പയ്യനാണെന്ന് അവർ പറയാനും മടിക്കില്ല. ഞാനും സച്ചി അവിടെ ചെന്ന കാര്യം കൂടി പറഞ്ഞ ഇനി സംശയിക്കാൻ എന്തിരിക്കുക? എന്റെ ദൈവമേ, ശരീരം വിറയ്ക്കുക. അമ്മുവിന്റെ ശരിക്കുള്ള പേര് ലക്ഷ്മിയാണെന്ന് കാവേരിയപ്പച്ചല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്. അമ്മു എന്ന പേര് ചോദിച്ചാ ആരറിയാനാ? അവളുടെ പേര് പറഞ്ഞതാ മണ്ടത്തരായത്. അല്ല, അങ്ങനൊരു കല്യാണത്തെ പറ്റി പറഞ്ഞ അവിടെ ആർക്കാ മനസ്സിലാവാത്തത്? നാട്ടുകാർക്ക് അത്ര പ്രിയപ്പെട്ടവളായിരുന്നില്ലേ അമ്മു? പോകുന്നവർ വെറുതെയാണോ പോകുന്നത്? അമ്മുന്റെ ഫോട്ടോ കൂടി കരുതില്ലേ? അത് വെച്ചല്ലേ ഒരാളെ അന്വേഷിക്കുന്നേ? അത് ശരിയാ. ഇനി ഈ കള്ളം അധികകാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല രാജു. ഞാനും ഇതിൽ വന്ന് പെട്ടത് എന്റെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ? എല്ലാം അറിഞ്ഞു വെച്ച് അമ്മുന്റെ വീട്ടിൽ പോയവളാ ഞാൻ. അമ്മുന് എന്ത് സംഭവിക്കും, സഞ്ജുവിന്റെ ഭാവി എന്താവും, അതൊന്നും എനിക്കറിയില്ല. എന്റെ ജീവിതം അതോടെ തീർന്നു എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ചേച്ചിമാർ എന്നെ ജീവനോടെ കത്തിക്കും. എന്റെ ഭർത്താവ് പോലും കൂടെ നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ മോന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ വന്നപ്പോ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വിവരം അറിഞ്ഞ് ഓടി വന്നവളല്ലേ ലച്ചു. ഞാനത് മറക്കില്ലമ്മേ. അവളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാ. ജീവൻ തിരിച്ചു തന്നവളോട് ഇനി ഇരക്കാൻ പോവാൻ പാടില്ല. അവക്ക് ഈ പറഞ്ഞ സ്വത്തും പണവും ഒന്നും വേണ്ട. അവളുടെ ഭർത്താവ് കോടീശ്വരനാ. നരേന്ദ്രൻ ചോദിച്ചപ്പോ 25 ലക്ഷം രൂപ നിന്ന നിപ്പിൽ എടുത്തു കൊടുത്തില്ലേ? നരേന്ദ്രനെ പേടിച്ചിട്ടാണോ സഞ്ജു അത് ചെയ്തത്? നമ്മൾ ജീവിച്ചു പോട്ടെ എന്ന് കരുതിയ. നമ്മുടെ അവസ്ഥ ലച്ചുവിനും സഞ്ജുവിനും അറിയാം. അവക്ക് കിട്ടുന്ന കുടുംബവീതം നമുക്ക് തരാനേ അവൻ പറയൂ. ഭാര്യയുടെ സ്ത്രീധനമോ സ്വത്തോ കണ്ടല്ല അവൻ അവളെ കെട്ടിയത്. അവനത് ആഗ്രഹിക്കുന്ന പയ്യനും അല്ല. അല്ല, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇനി എന്തു പക്ഷേ? നിനക്ക് നിന്റെ മോന്റെ ഭാവി നോക്കണ്ടേ? വീട് പുതുക്കി പണിയണ്ടേ? നാട്ടുകാരുടെ പരിഹാസം കേട്ടു മാത്രം ജീവിച്ചാ മതിയോ ശ്രീജെ? വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് കാലം എത്രയായി? പെണ്ണിനെ പോലെ നിനക്കും ജീവിക്കണ്ടേ? കുടുംബം നോക്കേണ്ടതേ നമ്മൾ സ്ത്രീകളാ. നമ്മൾ ലച്ചുവിനെ ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും അല്ല പോകുന്നത്. ഉള്ളതുപോലെ പറയാനാ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ അവസ്ഥയും പറയും. എന്റെ കൂടെ നീയും വേണം. എവിടെ പോകുന്ന കാര്യമാ അച്ഛമ്മ പറയുന്നേ? നിനക്ക് ലച്ചുവിന്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലടാ. അതിനാരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നാലേ ഉടനെ നമ്മൾ ലച്ചുവിന്റെ വീട് കാണാൻ പോകുന്നു. എന്നെയും കൂടെ കൊണ്ടുപോകണം അച്ഛമ്മേ. എന്നെ സ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾ പോയി കളയത്. അങ്ങനെ അച്ഛമ്മ നിന്നോട് ചെയ്യുവോടാ? നീയും ലച്ചുവും തമ്മിലുള്ള കൂട്ട് അച്ഛമ്മയ്ക്ക് അറിയില്ലേ? നീ ഇല്ലാതെ ചെന്നാലേ അവള് ഞങ്ങളെ വെച്ചേക്കൂ. ലച്ചിന് നമ്മളെ കണ്ട നല്ല സന്തോഷമാവും. ആ, നമ്മളെപ്പോഴാ പോകുന്നതിന് അച്ഛമ്മ പറ. നമ്മള് നാളെ രാവിലെ പോകും. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഹായ്. അമ്മ എന്താ അവനോട് പറഞ്ഞത്? നാളെ പോകാന്നോ? എന്തിനാ ശ്രീജയെ വെച്ച് താമസിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് വക്കീലിനെ വിവരം അറിയിക്കണം. അല്ലെങ്കിലേ അയാള് സഞ്ജുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ അറിയാതെ കാര്യം സാധിച്ചെടുക്കും. ആകെയുള്ള പ്രതീക്ഷ അതിലൂടെ കൈവിട്ടു പോകുന്നത്. പിന്നെ ആ തട്ടുകടക്കാരൻ സുഗതന് കൊടുത്ത കാലാവധിയും ഓർക്കണം. ഞാൻ കൂടി വന്ന അർജുനായിട്ട് എന്ത് പറയുമെന്നറിയില്ല. അവന്റെ അനുവാദവും കാത്തിരുന്നാലേ നരകിക്കാൻ പോകുന്ന നീയാ.
നരേന്ദ്രന്റെ ലക്ഷ്യം വേറെയാ. അവൻ പറയുന്നതേ നിന്റെ ഭർത്താവ് കേക്കൂ. എടി, ഞാൻ ഈ നാണക്കേടൊക്കെ സഹിക്കുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണോ? അർജുനും നിനക്കും നിന്റെ കുട്ടിക്കും വേണ്ടിയല്ലേ? ആസനത്തിൽ തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു അമ്മയ്ക്കൊപ്പം ഞാനും വരാൻ തയ്യാറാ. ആ, അങ്ങനെ നേരായ വഴിക്ക് ചിന്തിക്കേ. പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നീ നടത്തിക്കോ. ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചയച്ച പെണ്ണിന്റെ വീട് കാണാനേ ആദ്യമായിട്ടാ നമ്മൾ പോകുന്നത്. അതിന്റെ രീതിയിൽ തന്നെ പോകണം. വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ നിനക്കും എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് സന്ദീപ് വിളിച്ചു പറഞ്ഞു. ലെറ്റർ അടിക്കാനുള്ള തിരക്കില അവൻ. അല്ല, അവൻ നിന്നെ വിളിച്ചില്ലേ? ആ, വിളിച്ചു. ആ, ലെറ്റർ സഞ്ജു കണ്ടോ? എങ്ങനെയുണ്ട്? ഇതിലേക്ക് അല്പം കറിയെങ്കിലും ഒഴിക്ക്. നീ അവനൊരല്പം കറിയെങ്കിലും ഒഴിച്ചു കൊടുക്കാമോ? ആദ്യം വേണ്ടെന്നാ പറഞ്ഞത്. ഇവന് കുട്ടികളുടെ മനസ്സാന്നറിയില്ലേ? അത് മനസ്സിലായി. എനിക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ല. അതല്ലേ മത്സരങ്ങളിൽ അവസാന റൗണ്ട് എത്തി തോറ്റുപോകുന്നേ. ആര്? സച്ചിയോ? ഞാൻ അങ്ങനെ കരുതുകയോ പറയുകയോ ഒന്നുമില്ല. ആ, ഇവനെ പോലത്തെ ഒരു നല്ല ബിസിനസ്സുകാരനെ പറ്റി ഞാനും പറയില്ല. ഞാൻ ചോദിച്ചതിന് സഞ്ജു മറുപടിയൊന്നും പറഞ്ഞില്ല. ക്ഷണക്കത്തിന്റെ കാര്യമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ പോരല്ലോ. സച്ചിയല്ലേ തീരുമാനം എടുക്കേണ്ടത്. എടാ, നീ അത് നോക്കിയോ? നാളെ പ്രിന്റ് ചെയ്ത് തുടങ്ങാനാ. ഞാൻ നോക്കിയില്ല. ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഇതും അവരുടെ തീരുമാനം പോലെ ഇരിക്കട്ടെ. ഇനി അവിടെ നിൽക്കാൻ പാടില്ല. എടാ, മനു വിളിച്ചിരുന്നടാ. നീ അവനോട് സംസാരിച്ച കാര്യമൊക്കെ അവൻ പറഞ്ഞു. ആ, അവൻ വലിയ താല്പര്യം കാണിച്ചത്. നീ സ്വാതിയോട് സംസാരിച്ചോ? സ്വാതിയുടെ അഭിപ്രായം കൂടി മനു ചോദിച്ചിരുന്നു. അതിനല്ലേ ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ സഞ്ജു, എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് മനസ്സിലായി. അത് സച്ചി പാർട്ണർഷിപ്പ് മനുവിന് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാതിയുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. സച്ചി പൂർണ്ണമായും നമ്മളെ വിട്ടു പോവാണല്ലേ? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ അമ്മൂനോട് പറ. ഞാൻ കൊണ്ടുവരാം. എന്തിന്? അമ്മു കിച്ചണേ ഉണ്ടല്ലോ. ഇവന്റെ മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാ. അമ്മു, അമ്മു ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തേ. സ്വാതി എന്താ ചോദിച്ചേ? പൂർണ്ണമായും വിട്ടുപോവുകയാണോന്നോ? അല്ല സച്ചി, നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തും സ്റ്റഡി ചെയ്തും വളരെ ആഗ്രഹിച്ചു തുടങ്ങി വെച്ചതല്ലേ? അത് കൈയൊഴുകാന്ന് വെച്ചാ ആർക്കും എന്തും ആശിക്കാം. മനസ്സിന്റെ വലിപ്പം പോലെ പ്ലാൻ ചെയ്യാം. അത് തുടങ്ങി വെക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ സക്സസ് ആവണമെന്നില്ലല്ലോ. താങ്ക്സ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, തോറ്റുപോകുന്ന ഒന്നിനും ഇനി സച്ചി ആരും പ്രതീക്ഷിക്കണ്ട. കൂട്ടുകാരൻ കുത്തി കുത്തി ഓരോന്ന് പറയുന്നത്. തോറ്റുവെന്ന് വിശ്വാസം ഉണ്ടായിട്ടാണോ നീ എന്നെ പിടിച്ചിട്ടത്? സ്വാതി ഇവൻ പറയുന്ന കേട്ടില്ലേ? ഇനി നമ്മൾ ഒന്നിച്ച് നീങ്ങാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ ഈ ബിസിനസ് നിന്റെയും മാത്രം നിൽക്കില്ല. അത് വേണ്ടെന്ന് വെക്കാനും മനസ്സനുവദിക്കുന്നില്ല. അപ്പോഴാ മാനുവിന്റെ മുഖം മനസ്സിൽ വന്നത്. അല്ല, സ്വാതി എന്ത് പറയുന്നു? സച്ചി ഒഴിയുകയാണെങ്കിൽ ആ ഒഴിവ് നികത്താൻ മനു തന്നെയാ ബെറ്റർ. വേറൊരു ഓപ്ഷനും ഇല്ല. പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്കിടയിലെ ഹംസമായിരുന്നു അവൻ. അതുകൊണ്ട് മാത്രമല്ല സച്ചി, മനുവിനെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വിശ്വസിക്കാം. അതിലെന്താ സംശയം? നിങ്ങളുടെ സ്ഥാനത്ത് മനു ആയിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ ക്രൈസിസിൽ എന്റെ കൂടെ പാറ പോലെ അവൻ ഉറച്ചു നിന്നേനെ. ചങ്ങാതി ചങ്കാണെന്നൊക്കെ പറയുന്നത്
മനുവിന് ചേർന്ന വിശേഷണോ? അവനെ ഫാമിലി സെന്റിമെന്റ്സ് ഒന്നും ബാധിക്കില്ല. നിന്നെ സ്വാധീനം കുറ്റം പറഞ്ഞല്ലടാ. കുടുംബത്തിന് വില കൽപ്പിക്കുന്നവനാ നീ. നിനക്കതിനെ കഴിയൂ. മനു അങ്ങനെയല്ല. വിളിച്ചിറക്കിക്കൊണ്ടുപോയി താലി കിട്ടടാ എന്നാവോ അവൻ പറയാ. കൂട്ടുകാരന് ഇനി എപ്പോഴാ ദൈവമേ ഒരു മാറ്റം വരുന്നത്?